ഇതിനിടയിൽ നിങ്ങളിങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ മറ്റൊരു വാർത്തയും ഇത്ര പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് ഇത് തന്നെ നമ്മൾ കാണുന്നത്. ഇതൊരു പന്തുകളി നടക്കുന്നു. പന്തുകളിക്ക് വേണ്ടി ബന്ധപ്പെട്ട ലോക ചാമ്പ്യനായിരുന്ന ഒരാളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അവർക്ക് പണം കൊടുക്കുന്നു. അവര് സമയം മാറ്റി ചോദിക്കുന്നു. അത് നമ്മൾ അനുവദിക്കുന്നില്ല. ഇതിന്റെ യാഥാർത്ഥ്യം ഇതല്ലേ? ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ അനാവശ്യമായി ഇതിനെ പെരുപ്പിച്ച് കാണിച്ച് വ്യക്തിഹത്യ നടക്കുക, ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിച്ചാൽ നല്ലതാണ് എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണോ മന്ത്രി? ഒരു പന്തുകളി മാത്രമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? നല്ലതാണ്. കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞ വാക്കുകളാണിത്. അങ്ങനെ ഒരു പന്തുകളി മാത്രമായിട്ടാണോ കേരള ജനത അതിന് നേരിട്ടത് അല്ലെങ്കിൽ കണ്ടത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ജനപക്ഷത്ത് നിന്ന് ഭരിക്കുന്ന നിങ്ങൾ തന്നെയാണ്. ഇതൊരു കഷ്ടം തോന്നുന്ന ഒരു നടപടിയാണ്. ഖജനാവിൽ നിന്നും മുടക്കിയ പണം കണ്ടിട്ട് കണ്ണ് തള്ളിയ ജനങ്ങൾ ഇപ്പോഴും അതിൻ്റെ ഭീകരത അനുഭവിക്കുകയാണ്. എന്നിട്ടും നിങ്ങളുടെ തള്ളുകൾ വിശ്വസിച്ചാണ് ഇപ്പോഴും പല ഫുട്ബോൾ പ്രേമികളും ഇരിക്കുന്നത്. മെസ്സി കേരളത്തിലെത്തുമെന്ന പ്രതീക്ഷയിൽ. കേരളത്തിൽ വന്നാൽ മെസ്സിക്കാണ് ഗുണം എന്ന് പറഞ്ഞ് വലിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നടപടിയാകില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ച് വിവരമുണ്ട്. പുട്ടടിച്ചു പോയ 13 ലക്ഷം എന്ന തുകയ്ക്ക് കൂടി നിങ്ങൾ പറയണം. അത് തീരുമാനമാവേണ്ടതാണ്. ഖജനാവിൽ നിന്ന് ഞങ്ങളുടെ പണമാണ് സർക്കാർ ഇതിന് വിനിയോഗിച്ചത്. മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന ടീം കേരളം സന്ദർശിക്കുന്നു എന്ന് ഇപ്പോഴും അബ്ദുറഹ്മാൻ ആവർത്തിച്ച് അവകാശപ്പെടുന്നതിന് പിന്നിലുള്ള കാരണം എന്തെന്ന് അറിയില്ല. കരാറിന്റെ പൂർണ്ണ വിവരം പുറത്തുവിടാൻ കഴിയാത്ത സാഹചര്യം. എന്നാലും മെസ്സി വരും എന്ന പല്ലവി തന്നെ. ഇതിന് വിരുദ്ധമായാണ് അർജന്റീന ഫുട്ബോൾ പ്രതിനിധിയുടെ ആരോപണം പുറത്തു വന്നത്. ഈ വർഷം ഒക്ടോബറിൽ ടീം കേരളത്തിൽ എത്തി അന്താരാഷ്ട്ര പോരാട്ടം കളിക്കുമെന്നായിരുന്നു മന്ത്രിയുടെ വാക്ക്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് അർജന്റീന ടീം പ്രതിനിധിയുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. AFA പ്രതിനിധികൾക്കൊപ്പമുള്ള ഫോട്ടോ പങ്കിട്ടാണ് സന്ദർശന വിവരം മന്ത്രി പുറത്തുവിട്ടത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കരാർ റദ്ദാക്കിയതായും അർജന്റീന ടീം കേരളത്തിലേക്ക് വരുന്നില്ലെന്നും സമീപ ദിവസങ്ങളിൽ മന്ത്രി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് അസോസിയേഷൻ പ്രതിനിധി ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ലയണൽ മെസ്സിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. സന്ദർശനവും ബന്ധപ്പെട്ട കരാർ സർക്കാർ പാലിച്ചില്ലെന്നും അസോസിയേഷൻ പ്രതിനിധി ലിയാൻഡ്രോ പീറ്റേഴ്സ് കുറ്റപ്പെടുത്തി. അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് കായിക മന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് AFAയുടെ ചീഫ് കൊമേഴ്ഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ കൂടിയായ പീറ്റേഴ്സുമായിട്ടാണ്. അദ്ദേഹമാണ് സർക്കാരിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇപ്പോഴും ഭരണപക്ഷം നൽകുന്നില്ല. ജനങ്ങളുടെ ചോദ്യത്തിനും ഉത്തരമില്ല. അതുപോലെ ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ തള്ളു ഇപ്പോൾ സർക്കാരിന് വിനയായി. എന്തുകൊണ്ട് ന്യായീകരിച്ചാലും മന്ത്രിസഭ ഇതിന് ഉത്തരം പറയേണ്ടതാണ്. നിങ്ങൾ സർക്കാരാണ് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തത്. ആദ്യം പറഞ്ഞു സർക്കാർ ഇതിന് ഖജനാവിൽ നിന്ന് പണം മുടക്കേണ്ട സ്പോൺസേഴ്സ് ഉണ്ട്. അതിന് മുടക്കിയ പണമാണിപ്പോൾ 13 ലക്ഷമായി കാണുന്നത്. എന്തായാലും അഴിമതി തെളിവുണ്ട്. അഴിമതി സത്യമാണ്. നിങ്ങൾ നടത്തിയ അഴിമതി ജനങ്ങൾ തെളിയിക്കുക തന്നെ ചെയ്യും. പ്രതിപക്ഷത്തിന്റെ ഓരോ ചോദ്യത്തിനും ഉത്തരം നിങ്ങൾ കൊടുത്തേ മതിയാകൂ. ഇതൊരു വെറും പന്തുകളിയല്ല. അർജന്റീനയുടെ 2022 ഖത്തർ വേൾഡ് കപ്പിലെ വിജയം, അതിലെ മെസ്സിയുടെ പെർഫോമൻസിനും ലോകവ്യാപകമായി കിട്ടിയ പിന്തുണയിൽ ലോകം തന്നെ ശ്രദ്ധിച്ച പിന്തുണ കൊടുത്തൊരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ എല്ലാവരുടെയും ആ ആവേശത്തെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യയിലെ കേരളത്തിലെ എടുത്തു പറയുന്ന തരത്തിലുള്ള ആരാധന, അവരുടെ ഇഷ്ടം പ്രകടിപ്പിച്ച ഒരു പൊതുസമൂഹമാണ് കേരളത്തിലുള്ളത്. ആ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനകത്തൊന്നും തെറ്റില്ല. പക്ഷെ അതിനകത്ത് ഇങ്ങനെ വ്യാജമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അതിന്റെ ഒരു ക്രെഡിറ്റ് എല്ലാത്തിന്റെയും പോലെ ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ഒരു അവസരം മാത്രമായിട്ട് അതിനെ കണ്ട് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ ഭാഷയെ പറഞ്ഞ തള്ളി മറിച്ച് ഉണ്ടാക്കിയ ഒരു അപകടമാണിത്. ഇപ്പോൾ ഇത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ പറയുന്നു കരാർ ലംഘനം നടത്തിയത് കേരളത്തിലെ ഗവൺമെന്റ് ആണ്. ഇത് ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. ആളുകളുടെ ഒരു ഇഷ്ടത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതാണ്. അപ്പൊ അതിന് വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ്. അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കി, അവരുടെ മാർക്കറ്റിംഗ് ഹെഡ് വ്യക്തമാക്കിയ കാര്യത്തിൽ അവിടെ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ്. അങ്ങനെ കരാർ ലംഘനം സർക്കാരും അതുമായി ബന്ധപ്പെട്ട ഭാഗത്താണ് ഉണ്ടായതെങ്കിൽ പിന്നെ ഖജനാവിൽ നിന്ന് ഈ പണം ചെലവഴിക്കേണ്ടിയിരുന്നില്ല. ഖജനാവിന് ഒരു നഷ്ടവും ഇല്ല എന്ന് പറഞ്ഞാണ് തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ അതിന്റെ മുഴുവൻ കണക്കുകളും പുറത്തു വന്നു. അങ്ങനെ സർക്കാരിന്റെ വീഴ്ച കൊണ്ടാണ് അതില്ലാതായതെങ്കിൽ
അതിന് വ്യക്തത വരുത്തണം. ആ വ്യക്തത വരുത്താൻ കഴിയാത്ത പക്ഷേ പൈസ തിരിച്ചടക്കാൻ CPM തയ്യാറാവണം, ഖജനാവിലേക്ക് തിരിച്ചടക്കാൻ തയ്യാറാവണം. കാരണം ഇവരുടെ വീഴ്ച കൊണ്ട് പിന്നെ ഒരു തടസ്സം നേരിട്ടതാണെങ്കിൽ മെസ്സി കേരളത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഫുട്ബോൾ പ്രേമികൾ. അവരുടെ ആഗ്രഹത്തെ പൊളിറ്റിക്കലി മിസ്യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഇത് ഈ തള്ളിമറിച്ചുണ്ടാക്കിയ അപകടമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മെസ്സി ഈസ് മിസ്സിംഗ് വന്നിരിക്കുകയാണ്. അതിന് സർക്കാർ ഉത്തരം പറയണം. പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ അക്കാര്യത്തിൽ ചെലവഴിച്ചു. അവകാശവാദങ്ങൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതും ആവർത്തിച്ച് മെസ്സിയുടെ കാര്യത്തിലും കേരള സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ചകൾ, അവകാശവാദങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു. അത് അർജന്റീനയിലെ ഫുട്ബോൾ ക്ലബ്ബ് അല്ലെങ്കിൽ അതിന്റെ അസോസിയേഷനും തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അക്കാര്യം ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്.